بسم الله الرحمن الرحيم أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിശുദ്ധ ഖുർആനിലെ 45-ാം അധ്യായം സൂറത്തുൽ ജാസിയയിലെ 23-ാമത്തെ സൂക്തമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അഫറഅയ്ത, താങ്കൾ കണ്ടുവോ, മനിത്തഹദ, സ്വീകരിച്ചവനെ, ഇലാഹു, തൻ്റെ ആരാധ്യനായി, ഹവാഹു, തൻ്റെ ഇച്ഛയെ, വ അളല്ലഹു, അവനെ പിഴപ്പിച്ചിരിക്കുന്നു അല്ലാഹു, അലാ ഇൽമിൻ, അറിഞ്ഞുകൊണ്ട് തന്നെ, വ ഖത്തമ, മുദ്രവെക്കുകയും ചെയ്തിരിക്കുന്നു, അലാ സംഅഹി, അവൻ്റെ കേൾവിക്കും, വ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിനും, വ ജഅല, അവൻ ആക്കിയിരിക്കുന്നു, അലാ ബസരിഹി, അവൻ്റെ കണ്ണിന്, ഗിഷാവ, മൂടി, ഫമൻ യഹ്ദിഹി, അവനെ ആരാണ് നേർവഴിയിലേക്ക് നയിക്കുക, മിൻ ബഅദില്ലാ, അള്ളാഹുവിന് ശേഷം, അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ സൂക്തത്തിൽ സൂചിപ്പിച്ചത്. ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെയാക്കുകയില്ല പടച്ചവൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. തിന്മ ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് തിന്മയിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം, അവർ മനസ്സിൽ തോന്നിയതിൻ്റെ എല്ലാം പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മനസ്സാണ് അവരുടെ വിധികർത്താവ്, മനസ്സാണ് അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഇച്ഛകളുടെ പിറകെയാണ് അവർ പോകുന്നത്. സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവരെ കണ്ടുവോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു, സ്വന്തം ഇച്ഛയെ ദൈവമാക്കുക എന്നാൽ മനസ്സാഗ്രഹിക്കുന്ന എല്ലാം നടപ്പിൽ വരുത്തുക, ആഗ്രഹങ്ങളുടെ അടിമയായി മാറുക എന്നാണ്. ആഗ്രഹങ്ങൾ അള്ളാഹു അനുവദിച്ചതാണോ നിരോധിച്ചതാണോ, നല്ലതാണോ മോശമാണോ എന്നൊന്നും ആലോചിക്കില്ല. തൻ്റെ മനസ്സിന് രസം തോന്നുന്നതെല്ലാം ചെയ്യും. രസം തോന്നാത്തത്, താല്പര്യമില്ലാത്തത് അള്ളാഹു നിർബന്ധമാക്കിയതാണെങ്കിലും പ്രവർത്തിക്കുകയില്ല. അതിനർത്ഥം അള്ളാഹു അല്ല അയാളുടെ ഇലാഹ് എന്നാണ്. നാവ് കൊണ്ട് അള്ളാഹുവെ ഇലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവെ അനുസരിക്കുകയും അവൻ പറഞ്ഞ വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നില്ല. ഇത് കർമ്മപരമായ ശിർക്കാണ്. ഹവ എന്ന നാമപദം ഇച്ഛ എന്ന അർത്ഥമുള്ള പദമാണ്. ഹവ എന്ന ക്രിയാപദത്തിന് വീണു എന്നാണ് അർത്ഥം. ദുനിയാവിൽ എല്ലാ തിന്മകളിലും ഈ വ്യക്തി വീഴും, അതുവഴി നരകത്തിലും വീഴും. കാരണം അവൻ ഹവയെ ദൈവമാക്കുക വഴി ശിർക്ക് ചെയ്തിരിക്കുന്നു. മനസ്സിൻ്റെ ഇഷ്ടങ്ങളെ ആരും ആരാധിക്കുന്നില്ല, അതിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഇത് ശിർക്കല്ലാതാവുന്നില്ല. ആരാധനയും സുജൂദ് മാത്രമല്ല ശിർക്ക്. അള്ളാഹുവെ അനുസരിക്കുന്നത് പോലെ മനസ്സിനെ അനുസരിച്ചാൽ തൻ്റെ ഇച്ഛകളെ ആരാധ്യനായി സ്വീകരിച്ചതുപോലെയായി. മനസ്സാഗ്രഹിച്ചതെല്ലാം ചെയ്താൽ അള്ളാഹു ഹലാലാക്കിയത് ഹലാലാക്കാതെ, ഹറാമാക്കിയത് ഹറാമാക്കാതെ മുന്നോട്ട് പോയാൽ സ്വന്തം ഇച്ഛക്കാണ് ആ വ്യക്തി അടിമപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനല്ല ആ വ്യക്തി അടിമപ്പെടുന്നത്. ഇച്ഛയെ ഇങ്ങനെ ദൈവമാക്കലിനെ കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത്. ദൈവമാക്കുക എന്നാൽ വിഗ്രഹം വെച്ച് ആരാധിക്കലും പ്രാർത്ഥിക്കലും മാത്രമല്ല, എല്ലാ ദൈവിക ഗുണഗണങ്ങളും ചാർത്തിക്കൊടുക്കലും മാത്രമല്ല, ദൈവത്തിന് മാത്രം നൽകേണ്ട ശരിതെറ്റുകളെക്കുറിച്ച് തീരുമാനം മറ്റൊരാൾക്ക് നൽകിയാൽ അതിനെ അയാളെ ദൈവമാക്കി എന്നാണ് അർത്ഥം. അത് സ്വന്തം ഇച്ഛയാണെങ്കിൽ ഇച്ഛയെ ഇലാഹാക്കി. തൻ്റെ താല്പര്യങ്ങൾക്ക് അടിമപ്പെടുന്നവർ
പരലോക വിശ്വാസത്തെ വലിയ പ്രയാസമായി കാണും. കാരണം ആ വിശ്വാസം അയാളുടെ മോശമായ താല്പര്യങ്ങൾക്കെതിരാണ്. പരലോകത്തെ നിഷേധിച്ചാലാണ് അയാൾക്ക് സ്വന്തം ഇഷ്ടങ്ങളുടെ പിറകെ ഓടാൻ കഴിയുക. സ്വന്തത്തിന് അടിമയാവുക എന്നത്, ഇഷ്ടങ്ങളുടെ അടിമയാവുക എന്നത് പരലോക നിഷേധികളിൽ പൊതുവെ സംഭവിക്കുന്ന ഒരു പ്രവണതയാണ്. തങ്ങളുടെ വഴികേടിൽ അവർ നാൾക്കുനാൾ ഉറച്ചു നിൽക്കും. കാരണം ഈ ചെയ്യുന്ന തിന്മകൾക്കൊന്നും എവിടെയും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്നാണ് അവരുടെ ധാരണ. ഏത് തിന്മയും ഏത് അനീതിയും അവരിൽ നിന്നും ഉണ്ടാകും. ഏത് അന്യായത്തിനും അവർ കൂട്ടുനിൽക്കും. ലോകത്ത് ഉപദേശം ഒട്ടും പ്രയോജനപ്പെടാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഇക്കൂട്ടരാണ്. അവരിൽ വെളിച്ചം എത്തുകയില്ല. സൂറത്തുൽ ഫുർഖാനിലെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ അഫ അൻത തകൂനു അലൈഹി വക്കീല. തൻ്റെ ഇച്ഛയെ തൻ്റെ ഇലാഹാക്കിയ വ്യക്തിയെ താങ്കൾ കണ്ടില്ലേ എന്ന്. അയാൾക്ക് താങ്കൾ വക്കീലാകുന്നുവോ, അയാളുടെ ഉത്തരവാദിത്തം താങ്കൾ ഏൽക്കുന്നുവോ എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല വളരെ വിപുലമായ ഒരർത്ഥത്തിലാണ് ഈ സൂക്തത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് നന്നായി തോന്നുകയും തൻ്റെ ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ അത് നല്ലതെന്ന് അയാൾ അഭിപ്രായപ്പെടുകയും ചെയ്താൽ അത് അയാളുടെ മതമാണ്, ആദർശമാണ്. ഇതാണ് ഇച്ഛയെ ഇലാഹാക്കുക എന്നതിന് കൊടുത്ത വ്യാഖ്യാനം. ഈ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തഈസ അബ്ദുദ്ദീനാർ, ദീനാറിൻ്റെ അടിമ, കഷ്ടനഷ്ടങ്ങളിൽ പെട്ടുപോയി എന്ന് പറഞ്ഞത്. ദീനാറിനെയും ദിർഹത്തെയും അവർക്ക് കിട്ടിയാൽ അവർ തൃപ്തിപ്പെടും, അത് കിട്ടാതായാൽ അവർ കോപിക്കുകയും ചെയ്യുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചു. പരലോക നിഷേധം ഒന്നാമത് തകർക്കുന്നത് മനുഷ്യൻ്റെ ധാർമ്മികതയെയാണ്. മനുഷ്യനെ നന്മയുടെ പരിധിയിൽ പിടിച്ചു നിർത്താൻ, ഉത്തരവാദിത്ത ബോധമുള്ളവനാക്കാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് പരലോകബോധമാണ്. ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പരലോകമില്ല എന്ന വിശ്വാസമാണ്. മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഏറ്റവും അബദ്ധവിശ്വാസമാണ് ഇഹലോക ജീവിതത്തോടെ എല്ലാം തീരും, മരണം എല്ലാറ്റിൻ്റെയും അവസാനമാണ്, മരണശേഷം ആരും ഉയർത്തെഴുന്നേൽക്കുന്നില്ല എന്ന വിശ്വാസം. മരണശേഷം ഉയർത്തെഴുന്നേൽക്കണം എന്ന ബോധം നഷ്ടപ്പെട്ടാൽ, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കണക്ക് പറയണമെന്ന ബോധം നഷ്ടപ്പെട്ടാൽ, ഏതു വലിയ പണ്ഡിതനാണെങ്കിലും മൃഗങ്ങളെക്കാൾ മോശമായ നിലപാട് സ്വീകരിക്കും എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. വ അലല്ലഹുല്ലാഹു അലാ ഇൽമിൻ, അറിവ് ഉണ്ടായതോടൊപ്പം അയാൾ വഴികേടിൽ ദുർമാർഗത്തിൽ എത്തിയെന്നാണ് അള്ളാഹു പറയുന്നത്. അറിവ് അയാളെ ദുർമാർഗത്തിൽ നിന്നും തടഞ്ഞില്ല. അറിവ് അയാളെ സ്വന്തം ഇച്ഛയുടെ അടിമയാകുന്നതിൽ നിന്നും വിലക്കിയില്ല. അതിനാൽ അയാൾ ദുർമാർഗത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. ഇൽമിന് ശാസ്ത്രം എന്നും അർത്ഥമുണ്ട്. ഇവർക്ക് ശാസ്ത്രീയമായ ഒരടിത്തറയും തെളിവുമില്ല, പരലോകമില്ല എന്ന് പറയാൻ. ഇന്നാലിന്ന ലാബോറട്ടറിയിൽ വെച്ച്, പരീക്ഷണശാലയുടെ ഉള്ളിൽ വെച്ച് ഇന്ന പരീക്ഷണങ്ങളിലൂടെ പരലോകമില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു എന്നിവർക്ക് വാദിക്കാൻ കഴിയില്ല. കാരണം ശാസ്ത്രത്തിൻ്റെ പരിധിക്കും അപ്പുറമുള്ള ഒന്നാണ് പരലോകം. ഒന്നില്ല എന്ന് പറയണമെങ്കിൽ നല്ല ഗവേഷണ നിരീക്ഷണങ്ങൾ വേണം. ഉണ്ടെന്ന് പറയാൻ അതിനെക്കുറിച്ച് അറിവുള്ളവർ പറഞ്ഞു തന്നാൽ മതി. സ്വാഭാവികമായിട്ടും ഇവർക്ക് പരലോകമില്ലെന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും കഴിയില്ല. അള്ളാഹു അവരുടെ ഹൃദയത്തെ പൂട്ടി സീൽ വെച്ചു, അവരുടെ കാതുകൾക്ക് മുദ്ര വെച്ചു, കണ്ണുകൾക്ക് അടപ്പിട്ടു എന്നാണ് ശേഷം പറയുന്നത്. സത്യത്തിൻ്റെ മുന്നിൽ തല കുനിക്കുന്നതും താഴ്ന്നു കൊടുക്കുന്നതും കുറച്ചിലാണ്, അപമാനമാണ് എന്ന് കരുതുന്ന ആളുകളുടെ ഹൃദയത്തിൽ അഹന്ത മാത്രമേ ബാക്കിയുണ്ടാവൂ. അത്തരം ആളുകൾ സ്വയം അടക്കാൻ തീരുമാനിച്ച, സത്യത്തിന് നേരെ തുറക്കാൻ വിസമ്മതിച്ച എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം അള്ളാഹു അടച്ച് സീൽ വെച്ചു. അവർ തീരുമാനിച്ച വഴിയിലൂടെ അള്ളാഹു അവരെ അയച്ചു എന്നാണ് അർത്ഥം. അവർ സ്വയം തെരഞ്ഞെടുത്ത ദുർമാർഗത്തിൻ്റെ കൂടെ പോകാൻ അവരെ അടിച്ചുവിട്ടു എന്നാണ് അർത്ഥം. സത്യത്തിൻ്റെ നേരെ തുറക്കാത്ത അവരുടെ ഹൃദയത്തിനും അവരുടെ കാഴ്ചക്കും അവരുടെ കേൾവിക്കും എല്ലാം അടപ്പ് വീണിരിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 7-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം. അവരുടെ ഹൃദയങ്ങൾക്കും അവരുടെ കേൾവിക്കും അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു, സീൽ വെച്ചിരിക്കുന്നു.
അവരുടെ കാഴ്ചകളിൽ ഒരു മൂടിയുണ്ട്, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. പ്രമാണങ്ങളും തെളിവുകളും വകവെക്കാതെ ദേഹേച്ഛയെയും തന്നിഷ്ടത്തെയും ആധാരമാക്കി ജീവിക്കുന്നവർ അതിനെ ഒരു തരത്തിൽ തൻ്റെ ദൈവമാക്കി വെക്കുകയാണ്, ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരെ സംസ്കരിക്കാൻ, അവരുടെ ചുമതല ഏറ്റെടുത്ത് നടത്തുവാൻ ആർക്കും സാധിക്കില്ല. കാരണം അവർക്ക് മനസ്സാക്ഷിയോ അവർക്ക് മനുഷ്യത്വപരമായ വിവേചന ശക്തിയോ ഇപ്പോൾ ഇല്ല. എല്ലാം അവർ നഷ്ടപ്പെടുത്തി. പരലോകബോധം നഷ്ടപ്പെട്ടതോടെ അവർ മൃഗതുല്യരായി, അതിനേക്കാൾ മോശമായി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇത്തരം ആളുകളെക്കുറിച്ചാണ്. മൃഗങ്ങളെക്കാൾ ഇവർ മോശമാണ്. സൂറത്തുൽ അഅറാഫിലെ 179 സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽഹും അളൽ. ഹൃദയമുണ്ടായിട്ടും ചിന്തിക്കാത്ത, കണ്ണുണ്ടായിട്ടും കാണാത്ത, കേൾവിശക്തി ഉണ്ടായിട്ടും കേൾക്കാത്ത, സത്യത്തെ ചിന്തിക്കാത്ത, സത്യത്തെ കാണാത്ത, സത്യത്തെ കേൾക്കാത്ത ഈ വിഭാഗം ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അളൽ, അല്ല അതിനേക്കാൾ പിഴച്ചവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ ഇത്രയും മോശമാകാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇലാഹാക്കുന്നതിന് പകരം ഇച്ഛകളെ ഇലാഹാക്കി എന്നതാണ്. അഫലാ തദക്കറൂൻ, ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചാണ് ഈ സൂക്തം അവസാനിപ്പിക്കുന്നത്. ചിന്തിക്കാനും തിരുത്താനും ശക്തമായ പ്രേരണയാണ് അല്ലാഹു നൽകുന്നത്. ജീവിതം ഒറ്റ തവണയേ ഉള്ളൂ. ആ ജീവിതത്തിൽ പരലോക വിശ്വാസത്തോടു കൂടി നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാതെ സ്വന്തം ഇച്ഛകളുടെ പിറകെ പാഞ്ഞാൽ വലിയ കഷ്ടനഷ്ടങ്ങളിലേക്കും നിലക്കാത്ത ശിക്ഷയിലേക്കുമാണ് എത്തിപ്പെടുക. അത് ആലോചിച്ചുകൊണ്ട് തിരുത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്നിടത്ത് മാത്രമാണ് വിജയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.